പൂന്തുറയിലരയൻ്റെ പൊന്നരയത്തി പുഞ്ചിരി കൊണ്ടൊരു പൊട്ടുകുത്തി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാടാനറിയില്ല. വയലാടൻ്റെ വളരെ മനോഹരമായ ഒരു ഗ്രാമീണത്വം തുളുമ്പുന്ന നല്ല മനോഹരമായ ഒരു സിനിമ 1975 ചീനവല എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. വയലാർ എഴുതിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു സിനിമ പാട്ടാണ് പൂന്തുറയിലരയൻ്റെ പൊന്നരയത്തി. ഇത് രണ്ട് പേരാണ് സിനിമയിൽ പാടിയിട്ടുള്ളത്. ഒന്ന് പി സുശീല വളരെ ഉത്സാഹഭാവത്തിൽ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പിളി എന്ന ഗായിക ശോകഭാവത്തിലും ആ പാട്ട് പാടിയിട്ടുണ്ട്. ആര് പാടിയാലും ആ ഉത്സാഹഭാവത്തിലുള്ള പാട്ടിൻ്റെ വരികൾക്കാണ് കൂടുതൽ ഭംഗിയും സാഹിത്യപ്പൊരുമയുമില്ല. പാട്ടിലെ സാഹിത്യത്തിൽ നമ്മളിന്ന് പൂന്തുറയിലരയൻ്റെ പൊന്നരയത്തി എന്ന സിനിമ ഗാനമാണ് ചർച്ച ചെയ്യുന്നത്. വിവാഹ ദിവസത്തെയും അതിനുശേഷമുള്ള ലജ്ജ നിറഞ്ഞ കുറേ മുഹൂർത്തങ്ങളെ ഓർത്തെടുക്കുന്ന നായിക. ആ ഓർമ്മ മനസ്സിൽ താലോലിച്ചുകൊണ്ട് തൊട്ടടുത്ത് നായകനെ ഇരുത്തിക്കൊണ്ട് ഒരു വള്ളം തുഴഞ്ഞുകൊണ്ട് ആ പാട്ട് കായലിൻ്റെ പെരുമാറിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഒരു വള്ളം തുഴയുന്ന തുഴത്താളത്തിൽ വേണമെങ്കിൽ ഈ പാട്ടിനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു. തുഴത്താളത്തിലാണ്. പൂന്തുറയിലരയൻ്റെ പൊന്നരയത്തി പുഞ്ചിരി കൊണ്ടൊരു പൊട്ടുകുത്തി. സാധാരണ നമ്മൾ പൊട്ട് കുത്താറുള്ളത് 4 വസ്തുക്കൾ കൊണ്ടാണ്. ഒന്ന് കുങ്കുമം ആവാം, അല്ലെങ്കിൽ ചന്ദനമാവാം, ഭസ്മമാവാം, കന്മഷിയാവാം. ഇവിടെ ഈ 4 സാധനങ്ങളുമല്ല. കുങ്കുമം സനാഥത്തിൻ്റെ ഭാവത്തിൽ, ചന്ദനം കുളിർമയും ശാന്തിയും, ഭസ്മം വിയർപ്പ് തുള്ളികളെ ഇറ്റിറ്റ് കവർന്നെടുക്കുന്ന ഭക്തിയുടെ തലത്തിൽ, കന്മഷി കണ്ണേറ് തട്ടാതെയും മറ്റു വിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ട് വളരെ മനോഹരമായിട്ട് കന്മഷി കൊണ്ട് തൊടാറുണ്ട്. ഇവിടെ പുഞ്ചിരി കൊണ്ടാണ് ഒരു പൊട്ട് തൊട്ടിരിക്കുന്നത്. അപ്പോൾ പുഞ്ചിരിക്കുള്ള പ്രത്യേകത, പുഞ്ചിരിയുടെ പ്രാധാന്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. പുഞ്ചിരി കൊണ്ടൊരു പൊട്ട് കുത്തി, പുടവയും മാലയും വാങ്ങും മുമ്പേ പുരുഷൻ്റെ ചൂടുള്ള മുത്ത് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ കല്യാണത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന പെൺകുട്ടി, വധു, ആ കല്യാണ ദിവസത്തിന് മുമ്പ് തന്നെ പുടവയും മാലയും വാങ്ങും മുമ്പേ പുരുഷൻ്റെ ചൂടുള്ള മുത്ത് കിട്ടിയെന്നാണ് പറയുന്നത്. പുടവ നമുക്കറിയാം, പുടവ കൊടുത്താണ് കല്യാണം ചെയ്യുന്നത്. പുടവ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് തന്നെയാണ് പുടവ എന്ന് പറയുന്നത്. മാല എന്ന് പറഞ്ഞാൽ പരസ്പര സ്വീകാര്യതയിലേക്ക് നയിക്കുന്ന 2 വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കഴുത്തിലണിയുന്ന ഹാരമാണ്. അപ്പോൾ ആ സ്വീകാര്യത, അതിനെ തുടർന്ന് വരാനിരിക്കുന്ന കാര്യങ്ങൾ, പുടവ കൊടുത്ത് വിവാഹത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് പുടവയും മാലയും വാങ്ങും മുമ്പേ പുരുഷൻ്റെ ചൂടുള്ള മുത്ത് കിട്ടിയെന്നാണ്. ചൂടുള്ള മുത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ആ ഒരു തീവ്രത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലുള്ള കാമുകൻ്റെ, ഭർത്താവാകാൻ പോകുന്നയാളിൻ്റെ ഒരു ചുടുചുംബനം. പൂകൊണ്ട് മൂടിയ പുറവേലിയുള്ളൊരു പുഴക്കര അമ്പല നടയിൽ ഇന്ന് കല്ലുവിളക്കിൻ്റെ കൺമുമ്പിൽ നമ്മുടെ കല്യാണം. നായിക ഇങ്ങനെ ആലോചനാ മധുരത്തോടുകൂടി കാമുകൻ അല്ലെങ്കിൽ നായകൻ അല്ലെങ്കിൽ ഭർത്താവാകാൻ പോകുന്ന ആളിനോട് പറയുകയാണ്, പൂ കൊണ്ടു മൂടിയ പുറവേലിയുള്ളൊരു പുഴക്കര അമ്പല നടയിൽ. അതായത് വലിയ മതിൽക്കെട്ടുകളൊന്നുമില്ല, ഒരു ഗ്രാമീണ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന, പൂക്കൾ കൊണ്ട് മൂടി നിൽക്കുന്ന പുറമേക്കുള്ള വേലിയ. അമ്പലത്തിന് ചുറ്റുമതിലില്ല, പകരം ചുറ്റുമതിലിന് പകരമായിട്ടുള്ളത് മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു വേലിയാണ്, അല്ലെങ്കിൽ പൂക്കളാകുന്ന വേലിയാണ്. പൂ കൊണ്ട് മൂടിയ പുറവേലിയുള്ളൊരു പുഴക്കരയിലുള്ള അമ്പലനടയിൽ. നമുക്കറിയാം, ഈ കഥ നടക്കുന്ന ചീനവല എന്ന് പറയുന്ന സിനിമയുടെ കഥ നടക്കുന്ന കായലും പുഴയും പുഴയോട് ചേർന്നുള്ള പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുഴക്കരയിലുള്ള അമ്പല നടയിൽ, നമുക്ക് കുട്ടനാട് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കാണാൻ കഴിയും. പൂകൊണ്ട് മൂടിയ പുറവേലിയുള്ളൊരു പുഴക്കര അമ്പല നടയിൽ ഇന്ന് കല്ലുവിളക്കിൻ്റെ കൺമുമ്പിൽ നമ്മുടെ കല്യാണം.
അഗ്നിസാക്ഷിയായിട്ട് വിവാഹം ചെയ്യുക എന്ന് പറയാറുണ്ട്. കരവം, ദർപ്പണം, ദീപം, കലശം, വസ്ത്രം, അക്ഷതം, മംഗനാഹേമ സംയുക്തം അഷ്ടമംഗല്യ ദർശനമെന്നാണ്. അതായത് ഒരു വിവാഹം ഏറ്റവും മംഗളകരമായിട്ട് നടക്കണമെങ്കിൽ വേണ്ട വസ്തുക്കൾ 8 വസ്തുക്കളാണ്. കരവം വെച്ച് കുരവയാണ്. കരവം, ദർപ്പണം, കണ്ണാടി, ദീപം, വെളിച്ചം, അഗ്നി. കരവം, ദർപ്പണം, ദീപം, കലശം, നിറകുടമാണ്. അക്ഷതം നിറകുടം. കലശം വെച്ച് കലശമായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന മുന്തയിലോ കിട്ടിയിലോ കെട്ടിയിട്ടുള്ള കലശക്കെട്ട്. വസ്ത്രം പുടവയാണ്. അങ്കന ഹേമ സംയുക്തം, അങ്കനമാർ, വിധവകളല്ലാത്ത സ്ത്രീകൾ. അതോടൊപ്പം തന്നെ ഹേമം, സ്വർണം, സംയുക്തം, ഇതെല്ലാം കൂടിച്ചേർന്നതിനെയാണ് അഷ്ടമംഗല്യ ദർശനം എന്ന് പറയുന്നത്. 8 വസ്തുക്കൾ കൂടിച്ചേർന്ന് അതിലൊരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അഗ്നിസാക്ഷിയായിലെ താലി ചാർത്ത് ഞാൻ. വേറൊരു കവിതയിൽ വേറൊരു സിനിമ പാട്ട് പാടിയിട്ടുണ്ട് മറ്റൊരു കവി. അപ്പോൾ വയലാറിൻ്റെ ആ മനോഹരമായ തൂലികയിൽ ഒരു വിവാഹത്തിന് വേണ്ടുന്ന പല കാര്യങ്ങളും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പൂവ്, പുടവ, മാല, അഗ്നിസാക്ഷിയായിട്ട്. ഇനി അഗ്നിസാക്ഷിയായിട്ട് ചെയ്യുന്നത് എന്ത് വിളക്കാണ്? ഓട്ടുവിളക്കല്ല, കല്ലുകൊണ്ടുള്ള വിളക്ക്. പഴയ പുരാതനമായ കുടുംബങ്ങളിലും പഴയ ക്ഷേത്രങ്ങളിലും കരിങ്കല്ലിൽ എണ്ണയൊഴിച്ച് കത്തിക്കുന്ന രൂപത്തിലുള്ള കൽവിളക്കുകളുണ്ടായിരുന്നു. ഇപ്പോഴും അപൂർവം ചിലയിടത്തൊക്കെ ഈ കൽവിളക്കുകൾ കാണാം. അപ്പോൾ ഈ അമ്പലത്തിലെ മുമ്പിൽ കല്ലുവിളക്കിലാണ്, അതിൻ്റെ കൺമുമ്പിലാണ് നമ്മളിന്ന് വിവാഹത്തിന് അഗ്നിസാക്ഷിയായിട്ട് ചെയ്യാൻ പോകുന്നത്. കല്ലുവിളക്കിൻ്റെ കൺമുമ്പിൽ നമ്മുടെ കല്യാണം, കല്ലുവിളക്കിൻ്റെ കൺമുമ്പിലാണ്, ആ തിരിയുടെ മുമ്പിലാണ് നമ്മുടെ കല്യാണം. പിന്നെ എല്ലാം കഴിഞ്ഞ് വരുന്നത് ഓർക്കുമ്പോൾ എങ്ങാണ്ടും ഒരു നാണം എന്നാണ് പറയുന്നത്. എല്ലാം കഴിഞ്ഞതിൽ എല്ലാം ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് വരുന്നത് ഓർക്കുമ്പോൾ തന്നെ, കല്യാണം നടന്നിട്ടില്ല, ഓർക്കുമ്പോൾ തന്നെ എങ്ങാണ്ടും വയലാറിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. എങ്ങാണ്ടും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ നാണം വരുന്നുണ്ട്. ലജ്ജ ഉണ്ടാവണം, സ്വാഭാവികമാണ്. ഇനി അതങ്ങനെ നായികയിൽ പോകുമ്പോഴാണ് കായലിൻ പൊക്കിളിൽ കതിർ കൊണ്ട് നിറച്ച, അതായത് മനോഹരമായ കായലിലൂടെയാണ് വള്ളം തുഴഞ്ഞു പോകുന്നത്. കായലിൻ പൊക്കിളിൽ കതിർ വിരലോടിച്ച് കളിവഞ്ചി തുഴയും നിലാവേ. ആരോടാണ് പറയാനറിയാവുക? നിലാവ്. കായലിൻ്റെ പൊക്കിളിൽ കതിർ വിരലോടിച്ച് കളിവഞ്ചി തുഴയുന്ന നിലാവ്. കായലിൻ്റെ പൊക്കിളെന്ന് പറഞ്ഞാൽ കായലിൻ്റെ മധ്യം എന്നർത്ഥമെടുത്താൽ മതി. ജീവൻ തുടിക്കുന്ന ഭാഗത്ത് നിൻ്റെ കതിരാകുന്ന വിരലുകൾ, കതിർ രശ്മിയാണ്. ആ രാത്രിയിൽ ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ആ ചന്ദ്രൻ്റെ നിലാവ് മുഴുവൻ ഇങ്ങനെ പരന്ന് കായലിൽ ഒഴുകുമ്പോൾ അതിനെ കതിർ വിരലെന്നാണ് കവി പറയുന്നത്. ചന്ദ്രൻ്റെ രശ്മികളാവുന്ന വിരലോടിച്ച് കളിവഞ്ചി തുഴയും നിലാവേ. കളിവഞ്ചി എന്ന് പറയുക ചെറിയ വഞ്ചി എന്നർത്ഥപ്പെടുത്താൻ മതി. കളിവഞ്ചി തുഴയും നിലാവേ, നിൻ്റെ കല്യാണ രാത്രിയും ഉല്ലാസരാത്രിയും ഇന്നാണോ? എനിക്ക് നാളെയാണ് കല്യാണം. അപ്പോൾ നിൻ്റെ കല്യാണ രാത്രിയും അതിനെ തുടർന്നുണ്ടാകുന്ന ഉല്ലാസരാത്രിയും അല്ലയോ നിലാവേ, ഇന്നാണോ? നിൻ്റെ ആ ചിരിയും ഭംഗിയും സൗന്ദര്യവും നിലാവിൽ കുളിച്ച് നിൽക്കുന്ന അവസ്ഥയൊക്കെ കാണുമ്പോൾ, നീ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ, പ്രക്ഷോഭിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നിൻ്റെയും കല്യാണം ഇന്നാണോ, നിൻ്റെയും ഉത്സാഹം ഇന്നാണോ എന്ന് തോന്നും. പിന്നെ നാളെ ഉറക്കച്ചടവുമായി കാലത്ത് 4 ആൾ കാണുമ്പോൾ കളിയാക്കും നിന്നെ. നാളെ ഇന്നാണല്ലോ നിൻ്റെ കല്യാണം. നാളെ ഉറക്കച്ചടവുമായിട്ട് നീ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ 4 ആൾ കാണുമ്പോൾ കളിയാക്കും. നാട്ടുമ്പുറത്തിൻ്റെ സ്വാഭാവികതയാണ്. കല്യാണപ്പിറ്റെന്ന് വധു നാണത്തോടു കൂടി പുറത്തേക്ക് വരുമ്പോൾ വീട്ടിലുള്ളവരും മറ്റുള്ളവരും വെറുതെ ഒരു നാണത്തോടു കൂടി, കൂട്ടുകാരികൾ നാണത്തോടു കൂടി കളിയാക്കി ചിരിക്കും. അങ്ങനെ നിലാവേ, നിൻ്റെ കല്യാണം എന്നാണല്ലോ. ആ കല്യാണം കഴിഞ്ഞ് നീ നാളെ പുറത്തേക്ക് വരുമ്പോൾ നിൻ്റെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും നിന്നെയും കളിയാക്കി ചിരിക്കും. അവിടെ നിലാവിനും കാമുകിക്കും ഒരേ മനസ്സാണ്. നിലാവ് പോലെ കുളിർമയുള്ളതാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെന്ന് കവി വളരെ മനോഹരമായിട്ട്
പറഞ്ഞു വച്ചിരിക്കുകയാണ്. നിലാവ് പോലെ കുളിർമയുള്ള വരും ദിവസങ്ങൾ, കല്യാണരാത്രി. ആ കല്യാണരാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ വരുമെന്ന് നായിക നേരത്തെ പറഞ്ഞു. നിലാവേ, നിനക്കും ആ ലജ്ജയുണ്ടാവും. പിന്നെ എല്ലാം കഴിഞ്ഞ് നീയും പുറത്തേക്ക് വരുമ്പോൾ ആളുകൾ നിന്നെയും കളിയാക്കും, അതുപോലെ എന്നെയും കളിയാക്കും. പൂന്തുറയിൽ അരയൻ്റെ പൊന്നരയത്തി. വയലാർ എത്ര ഭംഗിയായിട്ടാണ് ആ പ്രണയവും ആ വധുവിൻ്റെ മനസ്സും അതിനെ നിലാവുമായിട്ട് ബന്ധിപ്പിച്ച്, കായലുമായിട്ട് ബന്ധിപ്പിച്ച്, പുടവയുമായിട്ട് ബന്ധിപ്പിച്ച്, മാലയുമായിട്ട് ബന്ധിപ്പിച്ച്, അഗ്നിസാക്ഷിയായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചൊക്കെ ഈ മനോഹരമായ സിനിമാ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. MK അർജുനൻ മാഷ് വളരെ ഭംഗിയായിട്ട് ഇതിന് സംഗീതം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടിൻ്റെ ചിത്രീകരണം കായലിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ആ പാട്ട് ഒന്ന് വെറുതെ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കേൾക്കണം. അപ്പോൾ നമുക്കറിയാം, ഒരു വള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞ് അങ്ങനെ അകത്തോട്ടിങ്ങനെ പോകുന്ന ഒരു ഫീല് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വീണ്ടും കാണാം. പാട്ടിൻ്റെ സാഹിത്യമായിട്ട് ഞാൻ ഷാജി മഞ്ചരി. അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക, മെസ്സേജായിട്ടിടുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.